ഞാൻ ഇന്നലെ എറണാകുളത്ത് PVR പോയി പടം കാണാനുള്ള മെയിൻ കാരണം തന്നെ ഈ സിനിമ കാണുക എന്നൊരു ദൗത്യം കൊണ്ടായിരുന്നു. ഞാനിത് 4DXലാണ് കണ്ടത്. എൻ്റെ ആദ്യത്തെ 4DX എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. ആ ടൈമിൽ 4DXൽ മാത്രമേ ഈ പടത്തിന്റെ ഷോ ഓടുന്നുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ്. സോ നമ്മൾ സെൻഡ് ഹെൽപ്പ് എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സാം റൈമി സംവിധാനം ചെയ്ത് റേച്ചൽ മെക്കാഡംസ്, ഡീലൻ ഓബ്രയൻ എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഇംഗ്ലീഷ് സർവൈവൽ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. വളരെ അധ്വാനശീലയായിട്ടുള്ള ഒരു അക്കൗണ്ട്സ് ഓഫീസറായ ലിൻഡയുടെ കഥയാണിതെന്ന് പറയാം. അവളും അവളുടെ നല്ല ഊളയായിട്ടുള്ള ബോസും കൂടി ബാങ്കോക്കിലേക്ക് ഒരു ബിസിനസ് ട്രിപ്പ് പോകുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് സെൻഡ് ഹെൽപ്പ് എന്ന സിനിമ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ വർഷം തുടങ്ങിയിട്ട് കിട്ടിയ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു സെൻഡ് ഹെൽപ്പ് എന്ന പടം. എനിക്ക് പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വർക്കായ സിനിമയാണ്. ഞാൻ ഇന്നലെ കണ്ട 3 പടങ്ങളിൽ ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന സിനിമ ഇതാണ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോകുന്ന ഇതിന്റെ ഒരു കഥയാണ് ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. അത്യാവശ്യം ടെൻഷൻ ബിൽഡിംഗ് ആയിട്ടുള്ള രംഗങ്ങളൊക്കെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള പടമാണ്. കുറച്ച് ഹൊറർ എലമെന്റ്സും പടത്തിലുണ്ട്. അതും കിടുവായിരുന്നു. പടം അല്പം ഡാർക്ക് കോമഡി കൂടിയാണ്. ഒരു പ്ലെയിൻ ക്രാഷ് സീൻ ഉണ്ട്. ഇത് അന്യായമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, 4DXലാണ് ഞാൻ പടം കണ്ടത്. അതൊരു കിടിലൻ സീനായിരുന്നു. പെർഫെക്റ്റ് ഫോർ 4DX. സർവൈവ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത്തരത്തിലുള്ള സിനിമകളിൽ നമുക്ക് ഫുഡ് വേണം, കിടക്കാനുള്ള ഒരിടം വേണം, പോരാത്തതിന് മൃഗങ്ങൾ, മറ്റ് ജീവികളുടെയൊക്കെ ആക്രമണം, അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാം. അതൊക്കെ ശരിയാണ്. പക്ഷെ ശരിക്കും രക്ഷപ്പെടേണ്ടത് ഇതിൽ നിന്നൊക്കെ തന്നെയാണോ? അതിലും വലിയ പ്രതിബന്ധം എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയല്ലേ എന്നുള്ള ചോദ്യം. അതാണ് ഈ പടം പറയുന്നത്. ഇതിങ്ങനെ 2 പേര് അയർലൻഡിൽ ഒറ്റപ്പെട്ടു പോകുന്നു. അവര് സർവൈവ് ചെയ്യുന്നു. അതിനിടയ്ക്ക് അവർക്കിടയിൽ ഫീലിങ്സ് ഉണ്ടാകുമോ? ലൈക്ക് ദ ബ്ലൂ ലഗൂൺ സിനിമയൊക്കെ പോലെ ആകുമോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ അപ്പോൾ ഓർത്തോണം ഇതൊരു സാം റൈമി പടമാണ്. സോ ഇത് കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടറുടെ കയ്യൊപ്പ് പതിഞ്ഞ സിനിമ കൂടിയാണ്. സാം റൈമി എല്ലാവർക്കും അറിയാം, ഒറിജിനൽ ഇവിൾ ഡെഡ് ഫിലിം, അതായത് 1981 ഇറങ്ങിയ പഴയ സിനിമയുടെ ഡയറക്ടറാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പൈഡർമാൻ സിനിമകൾ പറയുമ്പോൾ എന്ന് വെച്ചാൽ ടോബി മെഗ്വയറിന്റെ സ്പൈഡർമാൻ സിനിമകൾ, അതിന്റെ സംവിധായകനാണ്. അതുപോലെ തന്നെ ഡ്രാഗ് മീ ടു ഹെൽ, അങ്ങനെ ഒരുപാട് കിടിലൻ പടങ്ങൾ ഡയറക്ട് ചെയ്ത ഒരു ഡയറക്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ഫാൻ ബേസും ഉണ്ട്. സോ ഇതൊരു പക്കാ സാം റൈമി സിനിമ കൂടിയാണ്. പെർഫോമൻസിൽ റേച്ചൽ മെക്കാഡംസ്, ഡീലൻ ഓബ്രയൻ, ഇവർ 2 പേരും പടത്തിൽ കിടുവായിരുന്നു. ഇവർ തമ്മിൽ ഒരു കെമിസ്ട്രി അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു മത്സരമാണ്. ഒരാൾ അല്പം ഡൗൺ ആയാൽ അടുത്ത ആൾ കയറി സ്കോർ ചെയ്യുന്നു. പിന്നെ അതുപോലെ പഴയ ആള് അങ്ങനെ പോകും. എന്ന് വെച്ചാൽ ഇതൊരു സർവൈവൽ ത്രില്ലറാണ്. സെയിം ടൈം ഇതൊരു ഡാർക്ക് കോമഡി പടമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുറേയധികം കോമഡി സീനൊക്കെ ഉണ്ട്. അത് വർക്കാവുന്നുണ്ട്. അത് വർക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസിന്റെ ഒരു മികവ് കൊണ്ടുകൂടിയാണ്. ഈ പടത്തിൽ സത്യത്തിൽ ഈ 2 മെയിൻ ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഒരു സീനിലോ 2 സീനിലോ ഒക്കെ വന്നു പോകുന്നവർ മാത്രമാണ്. സോ ഒരു കംപ്ലീറ്റ് റേച്ചൽ മെക്കാഡംസ്, ഡീലൻ ഓബ്രയൻ ഷോ ആണ് ഈ പടം എന്നും പറയാം. ഇനി ടെക്നിക്കൽ സൈഡിലും സിനിമ മികച്ചതാണ്. ക്യാമറ, പ്രത്യേകിച്ച് ഇതിന്റെ ലൊക്കേഷൻ, ആ ഒരു ഐലൻഡ് കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ കളർ ടോൺ, ഗ്രാഫിക്സ്, ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്ലെയിൻ ക്രാഷ് സീൻ കിടുവാണ്. അതുപോലെ ഇതിന്റെ ആ ഒരു ഐലൻഡ് കണ്ടപ്പോൾ എനിക്ക് വേറൊരു സിനിമ ഓർമ്മ വന്നു. ഏകദേശം ഇതുപോലെ ഒരു കാടൊക്കെ ചേർന്ന ഐലൻഡ്, പിന്നെ ഒരു കെട്ടിടം, ഇതൊക്കെയുള്ള ട്രയാങ്കിൾ ഓഫ് സാഡ്നസ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിൽ കാണിക്കുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ നോക്കിയില്ല. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ നമുക്കിതിൽ മെയിൻ ലീഡ്സിൽ ആരുടെയും സൈഡ് പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു നെഗറ്റീവ്. ആരാണ് ശരി, ആരുടെ ഒപ്പം നിൽക്കണം, അങ്ങനെ നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല, ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. കുറച്ച് പല ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ആ ഒരു കഥയുടെ പ്രഡിക്റ്റബിൾ സ്വഭാവം മാറ്റുന്നതും. അത് ഒരേ സമയം പോസിറ്റീവും നെഗറ്റീവുമായി മാറുകയാണ്. നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയതുകൊണ്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് നമുക്ക് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനോട് തോന്നില്ല എന്നുള്ളതാണ്. സോ മൊത്തത്തിൽ ഒരു കിടിലൻ സർവൈവൽ ത്രില്ലർ പടമാണ്. ഇത് തിയേറ്ററിൽ നിങ്ങൾ കാണുകയാണെങ്കിലായിരിക്കും കൂടുതൽ നന്നായിട്ട് വർക്കാവുക, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാനിത് കാണാൻ വേണ്ടി ഇത്രയും ടൈം ആൻഡ് മണി സ്പെൻഡ് ചെയ്തത് എനിക്കത് ഒരു നഷ്ടമായിട്ട് തോന്നിയില്ല. വെർത്ത് ആയിരുന്നു. സർവൈവൽ ത്രില്ലർ ലവേഴ്സിന് വേണ്ടി ഞാൻ ഈ പടം റെക്കമെൻഡ് ചെയ്യുകയാണ്. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററുകളിൽ കാണാം. എനിക്ക് തോന്നുന്നു PVRൽ അതുപോലെ സെലക്റ്റഡ് ആയിട്ടുള്ള ചില തിയേറ്റേഴ്സിൽ മാത്രമേ ഇപ്പോൾ പടം ഓടുന്നുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ മിസ്സാക്കണ്ട, കണ്ടു നോക്കുക. 1 മണിക്കൂർ 53 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. പിന്നെ ഇതിൽ വയലൻസ്, ചെറിയ ന്യൂഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് പടം 18+ ആണ്. അത് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരിയെന്നാ.